അതായത് ബുഖാരിയിൽ അങ്ങനെ അധ്യായം ഇല്ല എന്നാ പറയുന്നത്, നമുക്കത് നോക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആൻ എതിരാണ്, അതിനാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ബുഖാരിയിൽ അങ്ങനെ അധ്യായം ഉണ്ടെങ്കിൽ ബുഖാരിൽ മാത്രമല്ല കേരളം പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്, ഇന്നും അടിച്ചു വെക്കുന്നുണ്ട്. നബിചര്യക്ക് ഇസ്ലാം ശരീഅത്തിലുള്ള പ്രാധാന്യം മുസ്തഫ സഭയിലതാ അമാനി മൊഴിയെ പരിഭാഷപ്പെടുത്തി അതിൽ ഇജ്മാ ഏക അഭിപ്രായം വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് മറ്റുള്ള കരീനത്ത് തെളിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്വീകരിക്കുകയും ചെയ്യാന്നർത്ഥം. ബുഖാരി അങ്ങനെ അധ്യായം തന്നെ ഉണ്ട്. കാബർ വായത് സലാത്ത് നിസ്കാരം പോലെയുള്ളതിനെ പറ്റുള്ള വിശ്വാസകാര്യർക്ക് പറ്റൂല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആൻ എതിരാണ്, അതിനാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, അതിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞ് ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയ അത് അക്കാലത്ത് പറഞ്ഞതിന് മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആൻ എതിരാണ്, അതിനാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞ സനദിന് എന്താണ് പോക്ക? കാരണം ഇഷാമുൻ അൻ അബീന്റെ സനദ് നിരുവാദികൾ സ്വീകരിക്കാൻ പറ്റുമ്പോൾ ഷാഫി അബ്ദുൽ പറയുന്നുണ്ട്. എന്നാൽ നബിക്ക് സിഹർ ബാധിച്ച് ചെയ്യാത്തവരെ കാര്യങ്ങൾ ചെയ്തതായി അങ്ങനെ തോന്നിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു കൂടെ വന്ന ഏതാനും ഹദീസുകളുണ്ട്. ആയിഷ റളിയല്ലാഹുവിനെക്കാണ് നബിക്ക് തോന്നിയത് എങ്ങനെയാണ് മനസ്സിലായത്? അത് സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഹദീസുകളുടെ പദങ്ങൾ തന്നെ വിവിധ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്ന ഹദീസുകൾ മുൽത്തരിബാണ് എന്നാണ് ഹദീസിന്റെ സാങ്കേതിക ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. മുൽത്തരിബായ ഹദീസ് അത് ശരിയാണെങ്കിൽ തന്നെ അതിന്റെ ആശയം അംഗീകരിക്കാൻ പറ്റുകയില്ല, അത് മാറ്റിവെക്കണം, തള്ളിക്കളയുന്നില്ല. പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ, എന്നാൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ തവക്കുഫ് ചെയ്ത് മാറ്റിവെക്കണം എന്നാണ് ഹദീസിന്റെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് അത് പരിശുദ്ധ ഖുർആന്റെ ആശയത്തിന് എതിരാണ് എങ്കിൽ. പിന്നെ നബിക്ക് സിഹർ വലിച്ചെന്നുള്ള ഹദീസാണ്. അത് ഞാൻ അതിന്റെ സനദിന്റെ അടിസ്ഥാനത്തിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ദുർബലമാണ്, അസ്വീകാര്യമാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പിന്തുടരുന്ന ആശയാദർശത്തിന് എന്താ കൂട്ടരെ എന്താ കുഴപ്പം സംഭവിച്ചുള്ളത്? പ്രത്യേകിച്ച് അത് പരിശുദ്ധ ഖുർആന്റെ ആശയത്തിന് എതിരാണ് എങ്കിൽ ഖുർആൻ എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ ദീനിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയില് ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്തുണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പടച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആന് നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രയത് പറഞ്ഞു. റഊഫ് മദനിയുടെ വാദം വളരെ കൃത്യമാണ്. പിന്നെ നബിക്ക് സിഹർ വലിച്ചെന്നുള്ള ഹദീസാണ്. അത് ഞാൻ അതിന്റെ സനദിന്റെ അടിസ്ഥാനത്തിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ദുർബലമാണ്, അസ്വീകാര്യമാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പിന്തുടരുന്ന ആശയാദർശത്തിന് എന്താ കൂട്ടരെ എന്താ കുഴപ്പം സംഭവിച്ചുള്ളത്? അതായത് മുഹമ്മദ് നബിക്ക് സിഹർ വലിച്ചു എന്ന് പറഞ്ഞ സനദിന് എന്താണ് പോക്ക? കാരണം ഇഷാമുൻ അൻ അബീന്റെ സനദ് നിരുവാദികൾ സ്വീകരിക്കാൻ പറ്റുമ്പോൾ ഷാഫി അബ്ദുൽ പറയുന്നുണ്ട്. 2004 മെയ് 28-നും 2005 ജനുവരി 21-നും ഷബാബിൽ സിഹർ സംബന്ധിച്ച ചോദ്യത്തിന് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി നൽകിയ മറുപടിയിൽ ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല അഥവാ വിശ്വാസയോഗ്യമാണ് എന്നാണ്. ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന മാരണം ചില ആളുകൾ പഠിച്ചതിനെ സംബന്ധിച്ചാണ്
ഇവിടെ വളരെ ഗൗരവപൂർവ്വം പരാമർശിച്ചതെന്ന് വ്യക്തമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 5763 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യഥാർത്ഥ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. റിപ്പോർട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷമാകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാൻ ഇടയാക്കുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ എന്ന പേരിൽ ഷബാബിൽ വന്നൊരു ഉദ്ധരണിയാണ്. ഇപ്പൊ ഷബാബിൽ വരുന്നത് ഇവിടെ ഉദ്ധരിച്ച് ഷബാബില് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ആ ഭക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ആ ചോദ്യത്വത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അപ്പൊ അതിനപ്പോ തന്നെ എതിർത്തിന് അരിഹം കൊടുക്കാറുണ്ട്. 2005 ജനുവരി 21 ഷബാബിന്റെ വിശദീകരണ കുറിപ്പെന്ന വ്യാജേന രണ്ടുപേരും പറയുന്ന തീയതിയിലെ വ്യത്യാസം ശ്രദ്ധിക്കുക. 2005 ജനുവരി 28 എന്ന് മൻസൂറും ഫെബ്രുവരി 4 എന്ന് അലിയും. രണ്ടുപേരുമാകട്ടെ ആ തിരുത്തിയ ഭാഗം വായിക്കുന്നുമില്ല. ഇതിന്റെ തൊട്ടടുത്ത ലക്കത്തിൽ തന്നെ വളരെ വിശദമായൊരു വിശദീകരണ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഉദ്ധരണിയെ കുറിച്ച് പറയാനുള്ളത്. തൊട്ടടുത്ത ലക്കത്തിൽ പിന്നീട് ഇറങ്ങുന്ന തൊട്ടടുത്ത ഷബാബ് ജനുവരി 28 ഇത് ജനുവരി 21 ജനുവരി 28 ഷബാബിൽ തന്നെ അതിനുള്ള വിശദീകരണ കുറിപ്പ് ഷബാബ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ള. ഇതേ രീതിയിൽ തന്നെയാണ് 2005 ജനുവരി 21 സിഹറും ഹദീസും എന്ന വിഷയത്തിൽ പി അബ്ദുറഹ്മാൻ വെള്ളയിൽ ചോദിച്ചതിന് ഷബാബിൽ ചെറിയ മുണ്ട നൽകിയിട്ടുള്ള ഉത്തരം അതിന്റെ യഥാർത്ഥത്തിലുള്ള വിശദീകരണ കുറിപ്പ് സിഹറും ഹദീസും എന്ന ആ വിശദീകരണ കുറിപ്പ് 2005 ഫെബ്രുവരി 4 ഷബാബിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അതുകൂടി വായിച്ചു നോക്കിയാൽ എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ISM-ന് ഷബാബിന് സിഹറുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ചെറിയ മുണ്ടം ഷബാബിൽ കൊടുത്ത മറുപടി തെറ്റായി പോയി, അത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ നാം കരുതേണ്ടത്? എങ്കിൽ അതിനും നിർവാഹമില്ല. ചെറിയ മുണ്ടം പറയുന്നത് ശ്രദ്ധിക്കുക. ചെറിയ മുണ്ടത്തെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ബുഖാരിയിലെ ഹദീസുകൾ ഖുർആനിനെതിരാണെന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് എന്നാണ്. ഈ ബുഖാരിയിലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആന് വിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് എന്താണ് ഉസ്താദ്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോഴത് ആ സിഹർ ആ നബിക്ക് സിഹർ ബാധിച്ച ഹദീസ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഹദീസ് തള്ളിയാന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഉൾക്കമട്ടിൽ ചെയ്യാവുന്ന കാര്യമല്ല. കാരണം ഹദീസുകളെ സംബന്ധിച്ച് അതിന്റെ വ്യവസ്ഥകളും ചിട്ടകളും ഒക്കെ ഉണ്ട്. അപ്പോ പൂർവ്വകാല പണ്ഡിതന്മാര് പല മാനദണ്ഡങ്ങളും വെച്ചിട്ടാണ് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സ്വീകാര്യമല്ല എന്നൊക്കെ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവർ പറഞ്ഞു നടന്നോട്ടെ. ലബീദ് ബിൻ ആസം എന്നാണ് യഹൂദി നബിക്ക് സെഹർ ചെയ്തിട്ട് അയാൾ സെഹർ ചെയ്തതിന്റെ കാരണത്താൽ നബിക്ക് ചെയ്യാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നും അങ്ങനെ ഓരോ തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ സെഹർ നബിയുടെ ബുദ്ധിയിൽ പലിച്ചു എന്നും അതിൽ അയാൾ വിജയിച്ചിരിക്കുന്ന അർത്ഥം. അപ്പൊ ഖുർആന്റെ ആശയത്തിന് എതിരാണത്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്, അതേ അവസരം ഖുർആന്റെ ആശയത്തിനെതിരാണ്. സിഹറിന്റെ വിഷയത്തിൽ നേതാക്കൾക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങൾ എത്രമാത്രം പരിഹാസകരം ശ്രദ്ധിക്കുക. ഇനി ബുഖാരിയിലെ ഹദീസില്ലേ എന്ന ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നില്ല. പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ തള്ളിക്കളയാതെ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. മുഹമ്മദ് നബിക്ക് സിഹിർ വലിച്ചു പറഞ്ഞ സനദിനെല്ലാം എന്താണ് പോക്ക?
തള്ളിക്കളയുന്നില്ല. പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ മുഹമ്മദ് നബിക്ക് സിഹിർ വലിച്ചു എന്ന് പറഞ്ഞ സനദിന് എന്താണ് പോക്ക. കാരണം ഇഷാമുൻ അൻ അബീന്റെ സനദ് നിരുവാദികൾ സ്വീകരിക്കാൻ പറ്റുമ്പോൾ ഷാഫി അന്തിമ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. ഇനി ബുഖാരിയിൽ ഹദീസില്ല എന്ന ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു, ഒരു ജൂതൻ സിഹിർ ചെയ്തു, അള്ളാന്റെ റസൂലിന് വരെ സിഹിർ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതിനൊക്കെ ചില വാറോലകൾ തെളിവുദ്ധരിച്ച് ആളുകളെ ഇപ്പോ വശത്താക്കണ പണിയാണ് വേറെ ഒരു ഭാഗത്ത് നടക്കുന്നത്. നോക്കൂ, നിങ്ങള് നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി എത്ര പറഞ്ഞു? അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്. ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല. മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിച്ചേക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 5763 66 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷമാകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാൻ ഇടയാക്കുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ എന്ന പേരിൽ ഷബാബിൽ വന്നൊരു ഉദ്ധരണിയാണ്. മാരണം കബളിപ്പിക്കൽ മാത്രമാണോ എന്ന് 2004 മെയ് 28 ഷബാബിൽ വന്നിട്ടുള്ള ആ ചോദ്യോത്തരത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന മാരണം ചില ആളുകൾ പഠിച്ചതിനെ സംബന്ധിച്ചാണ് ഇവിടെ വളരെ ഗൗരവപൂർവ്വം പരാമർശിച്ചതെന്ന് വ്യക്തമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 5763 66 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഇപ്പൊ ഷബാബിൽ വരുന്നത് ഇവിടെ ഉദ്ധരിച്ച് ഷബാബില് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ആ ഭക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ആ ചോദ്യത്വത്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഷബാബിൽ വരുന്നത് ഇവിടെ ഉദ്ധരിച്ച് ഷബാബില് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ആ ഭക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ആ ചോദ്യത്വത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ റൌഫ് മൗലവി ആയിരിക്കും കൂടുതൽ നിങ്ങളോട് സംസാരിക്കുക. സമയം കുറച്ചു കൂടുതൽ ആവശ്യമായിട്ട് വരും. കാരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ സിഹിർ ചെയ്യപ്പെട്ടതായും ആ സിഹിർ നബിക്ക് ഫലിച്ചതായും ഉള്ളൊരു സംഭവമുണ്ട്. തീരുമാനങ്ങൾ മനസ്സുകൊണ്ടെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസ് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാചകമുണ്ട് ബുഖാരി. സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനി സുറൈഖ് ഇസ്മുഹു യുഖാലു ലഹു ലബീദ് ബിൻ അൽ-അസ്ം. ബനു സുറൈഖ് ഗോത്രത്തിലെ ഒരു യഹൂദിയായ മനുഷ്യൻ ലബീദ് ബിൻ അൽ-അസ്ം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ചെയ്തു, നബിക്കെതിരെ എന്തോ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഹത്താ യുഖയ്യലു ഇലൈഹി, നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി അന്നഹു യഫ്അലു ശൈ, നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന്. മാകാന യഫ്അലുഹു, നബി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നുന്നു നബിക്ക്. ചിലപ്പോൾ നബിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ നബിക്കെതിരെ സിഹിർ ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പിന്നീട് പറഞ്ഞു, ആയിഷ അലിംതി അന്നല്ലാഹ അഫ്താനി ഫീമസ്തഫ്തൈതുഹു ഫീഹി. ആയിഷ, ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കിട്ടാതെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. പടച്ചവൻ എനിക്കതിന് വഹി തന്നിരിക്കുന്നു, തീരുമാനം തന്നിരിക്കുന്നു. എന്താ ഉണ്ടായത് പ്രവാചകരെ? 2 മലക്കുകൾ എന്റെ അരികത്ത് വന്നു. ഒരു മലക്കന്റെ കാലിന്റെ അരികത്തിരുന്നു, ഒരു മലക്കന്റെ തലക്ക് അരികത്തിരുന്നിട്ട് ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കെ. ഒരു മലക്ക് പറഞ്ഞു മദ്ബൂബ്,
ഇയാൾക്കാരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മലക്ക്. അപ്പൊ മറ്റേ മലക്ക് ചോദിച്ചു ആരാണത്? അപ്പൊ ഈ മലക്ക് പറഞ്ഞു ലബീദ് ബിനുൽ അസ്സം മിൻ ബനീ സുറൈഖ്, ബനൂ സുറൈഖിലെ ലബീദ് ബിനുൽ അസ്സമാണ് ചെയ്തതെന്ന്. ഈ മലക്ക് ചോദിച്ചു എന്തുപയോഗിച്ചിട്ടാ ചെയ്തത്? ഈ മുഷ്കിൻ മുഷാത്തിൻ, കൊഴിഞ്ഞു വീണ മുടിക്കഷ്ണം എടുത്ത് അതിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചു മറ്റേ മലക്ക്. ദീ അർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുറച്ചപ്പുറത്ത്, ദീ അർവാന്റെ കിണർ, ആ കിണറിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു പറഞ്ഞു ആ കിണറിൽ പോയിട്ട് തപ്പാൻ വേണ്ടി പറഞ്ഞു. ആ കിണറിൽ പോയി തപ്പി നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ ഈത്തപ്പനയുടെ കൂമ്പാളയില്ലേ, ആദ്യത്തെ ചെറിയ പോള, ആ പോളയിൽ എന്തോ ചെയ്തു വെച്ച കെട്ടും മന്ത്രം എല്ലാം കൂടി എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുവെന്നും ആ കിണറ്റിലെ വെള്ളം പിന്നെ മൈലാഞ്ചി പോലെ ചുവന്നു നിന്നിരുന്നു എന്നും ആ ഹദീസിലുണ്ട്. ഇത്രയും എത്ര സമയമാണ് ഇതുണ്ടായത്? ഒരു വിശദീകരണം എവിടെയില്ല. മാസങ്ങളോളം കള്ളക്കഥയാണ്, മാസങ്ങളോളൊന്നും പറയാൻ പറ്റില്ല. ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ എങ്ങാണ്ട് ഇങ്ങനെ തോന്നലുണ്ടായി, അപ്പോഴേക്ക് തന്നെ പൂർത്തീകരിക്കപ്പെടുകയും. ഇവിടെ നിങ്ങൾ എന്തി നമ്മളെല്ലാരെയും തലക്കുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹിർ ആരെങ്കിലും ചെയ്തൊരു സിഹിർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം വഹി അനുസരിച്ച് പറയുന്നത് സംസാരിക്കുമ്പോഴേ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? അല്ലാതെ പ്രവാചകനല്ലേ ഇദ്ദേഹം? അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെ സംഭവിച്ചത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ്. ഒന്ന് സാവധാനം നോക്കുക. ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിനെടുക്കുന്ന മാനദണ്ഡം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ്. സനദ് എന്ന് പറയും അറബിയിൽ. നീട്ടിയല്ല ഞാൻ ഒരു വാദവും പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സനദ് അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഖാരി മുതൽക്ക് നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖലയുണ്ടാവും. ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും, സ്വീകരിക്കപ്പെടുകയും ചെയ്യും. മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട്. സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹീഹാണ്, സ്വീകാര്യോഗ്യമാണ് എല്ലാ ഹദീസുകളും. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട്. പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട്, അവയെ പറ്റിയല്ല. പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹീഹാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹീഹാണ്. ബുഖാരിയും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, മുസ്ലിമും ഉദ്ധരിക്കുന്നു. രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹീഹാണ്. പരമ്പര പ്രകാരം ഈ ഹദീസ് തള്ളിക്കളയാൻ പറ്റില്ല. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയുള്ളത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സിഹിർ ബാധിച്ചവനാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ ഖുർആന് വിരുദ്ധമായി എന്തൊക്കെ ഉദ്ധരണികൾ ആരൊക്കെ വായിച്ചു കൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. എന്നാൽ കേട്ടോ റഊഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്, എന്നാൽ കേട്ടോ റഊഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയോ? ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബിൽ അഅ്ലാ. ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ 3 സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാ. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാ അല്ലേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആന് നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാ. അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത്. അല്ലേ? അല്ലേ? മനഃപൂർവ്വം ഖുർആന് ധിക്കാരമാകുന്ന, ഖുർആനെതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല. ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യതയില്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരമില്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു. ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ ബുഖാരിയിൽ ഇത് പ്രാവീണ്യം നേടാൻ വന്നവര്. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല. അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, അതിൽ മുസ്ലിങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞ ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞതിന് മറുപടിയും കൊടുത്തു.
ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ ദീനിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയില് ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പടച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അലമാരിയിൽ ഇരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആൻ നിരക്കാത്തതും ഹദീസിന് ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രയത് പറഞ്ഞു. മൂന്നാമതൊരു സാധ്യതകൾ എന്താ അറിയോ? ബുഖാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ, ഒരു മദ്ഹബിന്റെ ആളാണെങ്കിൽ അയാൾ ഒരു പക്ഷേ തന്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ ബുഖാരി അതല്ല. ബുഖാരിയെ ഒരു രാജാവും സ്പോൺസർ ചെയ്തിട്ടില്ല. ഇമാം മാലിക്കിന്റെ മുവത്ത സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫമാർ തയ്യാറായിരുന്നു. അബൂ ഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഖാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഒരു പാവം മനുഷ്യൻ ഈ അർത്ഥത്തിൽ ഖലീഫമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിന്റെയോ വ്യക്തിയാവാതെ പടച്ചവന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത് ത്യാഗത്തിന്റെ അത് പടച്ചവന് കബൂലായി എന്നതിന്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിന്റെ വാക്കല്ല ഞാൻ പറഞ്ഞു. എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെക്കുക, സമാധാനത്തോടെ നിൽക്കുക. ബുഖാരിയിലും മുസ്ലിമിലും ഖുർആൻ നിരക്കാത്തതായിട്ടൊന്നുമില്ല, ബുദ്ധിക്ക് നിരക്കാത്തതില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മറ്റു ചില ക്ലാസുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ആക്ഷേപം പറയപ്പെടുന്നവയും അതിന് വിശദീകരണം. മുഹമ്മദ് നബിക്ക് സിഹിർ വലിച്ചു പറഞ്ഞ സനദിന് എന്താണ് പോക്ക? കാരണം ഇഷാമുൻ അൻ അബീന്റെ സനദ് നിരുവാദികൾ സ്വീകരിക്കാൻ പറ്റുമ്പോൾ ഷാഫി അബ്ദുള്ള പറയുന്നുണ്ട്. റസൂലിലേക്ക് സിഹിർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. അള്ളാന്റെ റസൂലിന് വരെ സിഹിർ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതിനൊക്കെ ചില വാറോലകൾ തെളിവുദ്ധരിച്ച് ആളുകളെ ഇപ്പോ വശത്താക്കണ പണിയാണ് വേറെ ഒരു ഭാഗത്ത് നടക്കുന്നത്. നമുക്ക് ബുഖാരി ഒരു കച്ചറ ബുക്കാവാനോ സംസാരിക്കുന്ന കേട്ടാൽ ഇവൻ അറിയോ എന്താണ് ഈ കിതാബിന്റെ ഉള്ളിലുള്ളത് എന്ന്? വായിച്ച് പഠിച്ചിട്ടുണ്ടോ അതിലെ മുത്തും ചിന്തയും എന്താണെന്ന്? അതിനെടുത്ത ത്യാഗത്തിന്റെ ആഴമല്ലതും അറിയോ? ബുഖാരിയെ പറ്റി പുച്ഛിക്കുന്നവന്റെ സംസാരം കേട്ടാൽ അതിലൊരൊറ്റ ഹദീസും ലൈഫില്ല. അദ്ദേഹം പറഞ്ഞാലും പൊളിയ, എത്ര വലുപ്പത്തിൽ പറഞ്ഞാലും അതിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകൾ ഹദീസിന്റെ നിദാന ശാസ്ത്ര തത്വപ്രകാരം അവർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാ. അതിനെതിരെ സംസാരിക്കരുത്. അത് ഇളക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളെ പണിയാ. ഏറ്റെടുക്കുക മുസ്ലിങ്ങളെ പണി. ഞങ്ങൾ സംഘടനാ തലത്തിൽ അങ്ങനെ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടലുമില്ല. ഞങ്ങൾക്കിടയിൽ ആദർശ തലത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഇത് വസ്തുതയാണ്. ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് CP ഉമർ സുല്ലമി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരേ ഒരു നിലപാടേ ഉള്ളൂ. ഞങ്ങൾ വേണമെങ്കിൽ എഴുതാ ശബാബിൽ എഴുതി തന്നെ ഞങ്ങൾക്ക് സീറ് വലിച്ചൂല, അത് ദുർബല വിശ്വാസിക്കേ വലിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത ശബാബിലാണെങ്കിൽ ഞാൻ എഴുതി റിപ്പോർട്ട് ചെയ്തു. അത് ഞങ്ങൾ അൽമനാറൊന്ന് എഴുതിയിരിക്കും. ഞങ്ങൾ വേണമെങ്കിൽ എഴുതാ ശബാബിൽ എഴുതി തന്നെ ഞങ്ങൾക്ക് സീറ് വലിച്ചൂല, അത് ദുർബല വിശ്വാസിക്കേ വലിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത ശബാബിലാണെങ്കിൽ ഞാൻ എഴുതി റിപ്പോർട്ട് ചെയ്തു. അത് ഞങ്ങൾ അൽമനാറൊന്ന് എഴുതിയിരിക്കും. പിന്നെ എന്നൊക്കെ സാറിന്റെ ലേഖനം ശബാബില് രണ്ടിലൊക്കെ ഞാൻ ഓലിങ്ങനെ പ്രസിദ്ധീകരിക്കും, ഞാൻ കൊടുക്കലുണ്ട്. ഓലിങ്ങനെ മാറ്റിയൊക്കെ വെച്ചാ അങ്ങനെ അതായപ്പോ വിഷം വന്നത്. ഞാൻ ശബാബിൽ വരാത്തന്നൊക്കെ ലേഖനം കൊടുക്കലുണ്ട്. ഓല് ഏത് ലേഖനം ഇല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കും. അത്ര അപ്പൊ രണ്ടാമത്തെ ഉള്ളില് കുറച്ച് ചെറിയ മുണ്ടത്തിന്റെ ആശയക്കാരുണ്ട്. ഏതായാലും ഈ ആഴ്ച കൊടുത്തിക്കണോല്ലേ? യേശുണ്ട്. യേശു നല്ല സാർ. ഞാനൊരു
15 ലക്കത്തേക്കുള്ള ലേഖനം എഴുതി വെച്ചിട്ടുണ്ട്. അല്ല ഇപ്പൊ ഞമ്മക്കിപ്പോ ഇത് അവർക്ക് കാര്യമായിട്ട് ഇപ്പൊ കണ്ടെത്തുന്ന സാറ് മാത്രമേ ഉള്ളൂ. അതെ, അത് നിങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സഭാബക്കേ അതിനോട് വലിയ താല്പര്യമല്ല. ഇന്ത്യ ലേഖനത്തോട് ഇങ്ങനെ വേണ്ടാത്ത ബഡായി ലേഖനത്തോടൊക്കെ താല്പര്യം. നോക്കിപ്പോ ഇതിന്റെ കുറച്ച് ആദർശമല്ലേ വലുത്. അതെ, ആദർശമാണ് വലുത്. അതിനാ മുൻഗണന നൽകേണ്ടത്. അപ്പൊ ഷബാബിൽ തന്നെ ഇപ്പൊ സാറിന്റെ ലേഖനക്ക് എതിരുള്ള ആൾക്കാരുണ്ടല്ലേ? എന്തെന്നോ ഒരിക്കല് നിർത്തി വെക്കണം എന്ന് വരെ പറഞ്ഞിട്ടാണ് ഷബാബിലെ കുറെ ആളുകൾ തന്നെ സാറിന്റെ ലേഖനം. അയ്യോ അതേതായാലും അങ്ങനെ അതാണ്. അത് നമ്മളിലും കുറച്ചിതുണ്ട്. ഈ ആദർശത്തോട് താല്പര്യമില്ലാതെ ഇങ്ങനെ ബഡായി ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇതിനോട് താല്പര്യമുള്ള ആളുകള് തന്നെ. നമ്മള് സാറിന്റെ പിന്നെ ഇസ്ലാം പിന്നെ പുറത്തിറങ്ങുന്നില്ല. എന്തൊക്കെ ഇനിയിപ്പോ നോക്കണം ഇൻഷാള്ള. അല്ലാതെ രക്ഷയില്ലായി. സ്വന്തം എന്തേലും മാറ്റി ഇറക്കിക്കാനായിട്ട്. മടവൂരികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ സംഘടനാ തലത്തിൽ അങ്ങനെ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടലുമില്ല. ഞങ്ങൾക്കിടയിൽ ആദർശ തലത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഇത് വസ്തുതയാണ്. അവനാണ് സംഭവിച്ച വ്യതിയാനം വരെ അറിഞ്ഞിട്ടില്ല. സ്വന്തം കണ്ണിൽ തറച്ചു നിൽക്കുന്ന വലിയ കോലി പറിച്ചെടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിൽ കരടുണ്ടോ നോക്കാൻ. മുട്ടും കയ്യിൽ ഇവിടുത്തെ കീപ്പെട്ടില്ല, എന്നിട്ട് മറ്റോന് ചെറുവരലുണ്ടോ നോക്കുന്നത്. ആ കോലത്തില അവനാണ് സംഭവിച്ച വ്യതിയാനം വരെ അറിഞ്ഞിട്ടില്ല. സ്വന്തം കണ്ണിൽ തറച്ചു നിൽക്കുന്ന വലിയ കോലി പറിച്ചെടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിൽ കരടുണ്ടോ നോക്കാൻ. മുട്ടും കയ്യിൽ ഇവിടുത്തെ കീപ്പെട്ടില്ല, എന്നിട്ട് മറ്റോന് ചെറുവരലുണ്ടോ നോക്കുന്നത്. ആ കോലത്തില ഇവരുടെ മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന, ഇവരെ നിയന്ത്രിക്കാൻ പോലും ആവാതെ, അതേസമയം ഈ വാദങ്ങൾ അംഗീകരിക്കാൻ പോലും ആവാതെ നിലകൊള്ളുന്ന ഇവരുടെ നേതൃത്വവും ഒരു ദയനീയ കാഴ്ചയായി മാറുകയാണ്. മുസ്ലിം സമൂഹത്തിനൊരു പൊതു തീരുമാനം ഉണ്ടായിരുന്നു. എന്താ അറിയോ? ആ സുന്നത്തുകൾ സ്വീകരിക്കണം. ഹദീസിന്റെ കിതാബുകളിലാണ് സുന്നത്ത്. ഇതിന്റെ ഹദീസിന്റെ കിതാബുകൾ ഒട്ടനവധിയുണ്ട്. ഖുർആൻ പോലെ ഒരു പുസ്തകമല്ല, ഒട്ടനവധിയുണ്ട്. അതിലവർ 2 ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചു. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസ് ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട് എങ്കിൽ ആ മുസ്ലിം ലോകം അങ്ങ് സ്വീകരിച്ചു. അത് സത്യമാണത് അങ്ങ് സ്വീകരിച്ചു. 2ാം സ്ഥാനത്ത് അവർ നൽകി ബുഖാരിയിലുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. 3ാം സ്ഥാനത്ത് മുസ്ലിമിലുണ്ടെങ്കിൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ബുഖാരിയിലും മുസ്ലിമിലും രണ്ടിലും കൂടിയോ ബുഖാരിയിലോ മുസ്ലിമിലോ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണെന്നും സ്വീകരിക്കാൻ വിശ്വാസയോഗ്യമാണെന്നും ഉറപ്പിച്ചുകൊണ്ട് മുസ്ലിം ലോകം തീരുമാനിച്ചു വന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. ഇനി ബുഖാരിയിലെ ഹദീസില്ലേ എന്ന ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു എന്നതിനെ കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയുള്ളത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചവനാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചുവെന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബുഖാരിയും മുസ്ലിമും അതെടുത്തുദ്ധരിച്ച ഷബാബും റഊഫ് മദനിയും ചെറിയമുണ്ടം ഹമീദ് മദനിയും പൂർവ്വസൂരികളും ഖുർആൻ പറഞ്ഞ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവരാണോ? ഈ വാദങ്ങളൊക്കെ വെറുതെ എടുത്തുദ്ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സലാം സുല്ലമി ഹദീസ് നിഷേധിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മളാരും ഹദീസുകളെ നിഷേധിക്കുന്നില്ല. പിന്നെ നബിക്ക് സിഹ്ർ വലിച്ചെന്നുള്ള ഹദീസാണ്. അത് ഞാൻ അതിന്റെ സനദിന്റെ അടിസ്ഥാനത്തിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ദുർബലമാണ്, അസ്വീകാര്യമാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പിന്തുടരുന്ന ആശയാദർശത്തിന് എന്താ കൂട്ടരെ എന്താ കുഴപ്പം സംഭവിച്ചുള്ളത്? ഈ വിഷയത്തിൽ വിൽപ്പത്തിയും പ്രാവീണ്യവുമുള്ള അതിപ്രഗത്ഭരായ മതപണ്ഡിതന്മാർ കടന്നു വരികയും ഇബ്നു തൈമിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കളായ പണ്ഡിതന്മാർ വരെ ലോകത്ത് വന്ന് മുസ്ലിം ലോകത്തിന് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തപ്പോഴും ഏകകണ്ഠമായി പറഞ്ഞു, ബുഖാരിയാണോ മുസ്ലിമാണോ പിന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് സ്വീകരിച്ചോളണം. ആ അന്വേഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അവർ നടത്തിക്കഴിഞ്ഞു. അവർ ജീവിച്ച കാലഘട്ടത്തിലും തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ സ്വീകരിച്ചോളൂ. സമാധാനത്തോടുകൂടി ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം ബുഖാരി, അത് കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം മുസ്ലിം. ഈ രൂപത്തിലാണ് ഇത്രയും കാലം കഴിഞ്ഞു വന്നത്. കേരളത്തിലെ സലഫി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവരും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഞങ്ങളൊക്കെ ഗുരുനാഥന്മാർ ഞങ്ങൾക്ക് നൽകിയ പാഠങ്ങളും അങ്ങനെ തന്നെ. മറിച്ച് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ
ഇന്ന ഹദീസുകൾക്ക് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിച്ചു കൊടുക്കുക മാത്രമാണ് സലാം സുല്ലമി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. ബുഖാരിയെ പരിശോധിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ സൂക്ഷ്മമായ അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കും വിധത്തിൽ വിശദീകരണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിന്റെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സംശയവും ബാക്കിയില്ല. ബുഖാരിയെ പരിശോധിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ സൂക്ഷ്മമായ അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കും വിധത്തിൽ വിശദീകരണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിന്റെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സംശയവും ബാക്കിയില്ല. ഇവരുടെ മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന, ഇവരെ നിയന്ത്രിക്കാൻ പോലും ആവാതെ, അതേസമയം ഈ വാദങ്ങൾ അംഗീകരിക്കാൻ പോലും ആവാതെ നിലകൊള്ളുന്ന ഇവരുടെ നേതൃത്വവും ഒരു ദയനീയ കാഴ്ചയായി മാറുകയാണ്. മടവൂർ വിഭാഗം നേതാക്കൾ ഭിന്നാഭിപ്രായത്തിൽ വിത്ത് സോളിഡ് എവിഡൻസ്. കാണുക ശരിയും തെറ്റും. സിപിക്ക് സനദ് ശരിയാണ്, തള്ളുന്നില്ല. പക്ഷേ ഖുർആനിനെതിരാണ്. സുല്ലമിക്ക് സനദ് പോക്കാണ്, സ്വീകാര്യമല്ല, ഖുർആനിനെതിരാണ്. കരിമ്പിലാക്കലും അലികളും ഹദീസ് തള്ളുന്നു, ഖുർആനിന് എതിരാണ്. ചെറിയ മുണ്ടം സനദ് ശരിയാണ്, തള്ളുന്നില്ല, ഖുർആനിന് എതിരല്ല. റഊഫ് മദനി സനദ് ശരിയാണ്, തള്ളുന്നില്ല, ഖുർആനിന് എതിരല്ല. ഇനി ഇത്തരത്തിലുള്ള വാദങ്ങൾ ആദർശത്തിന് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ചിട്ട് റൌഫ് മൗലവിനെ ഇടക്കിടക്ക് നീക്ക് കൊണ്ടുവരും. റൌഫ് മൗലവി പറഞ്ഞിട്ടുണ്ട്. എന്നാ റൌഫ് മൗലവി എന്താ പറഞ്ഞോന്ന് കേട്ടു നിങ്ങൾ നോക്കൂ. നിങ്ങൾ നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി എത്ര പറഞ്ഞു? അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്. ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല. മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. പിന്നെ നോക്കാനുള്ള ഖുർആനെതിരാണോ ഒരു ഹദീസ് എന്നാണ്. ഖുർആനിൽ പറഞ്ഞതിന് എതിരായിട്ടൊരു ഹദീസ് വന്ന് ഹദീസ് സ്വീകരിക്കേണ്ടതാണ്. ഖുർആനിൽ പറഞ്ഞില്ലേ, അവർ ആക്ഷേപം പറഞ്ഞില്ലേ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്. അതാ മുശ്രിക്കുകൾ പറഞ്ഞു നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്, അങ്ങനത്തെ ആളാണെന്ന്. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു നബിക്ക് സിഹിർ പറ്റി എന്ന് പറഞ്ഞാൽ അത് യോജിച്ചു വരില്ലേ എന്നാണ്. ഒരു വ്യത്യാസം. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സിഹിർ പറ്റി എന്ന് പറഞ്ഞത് മക്ക ജീവിത കാലഘട്ടത്തിലാണ്. ഈ സംഭവം നടക്കുന്നത് മദീനയിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ നബിയെ പറ്റി സാഹിർ എന്നോ ഖുർആനെ പറ്റി സിഹിർ എന്ന ആക്ഷേപം ഒരു മുശ്രിക്കും പറയാതെ അതൊക്കെ അവസാനിപ്പിച്ച ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ടല്ലോ ചില ആക്ഷേപം ചില ആളുകൾക്ക് നേരെ ഉന്നയിച്ചിട്ട് പിന്നെ ആക്ഷേപിക്കുന്നവരെന്നെ നിർത്തുന്നത്. അതേമാതിരി ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ മക്കം ഫത്ത് അടക്കമുള്ള വിജയങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നബിയെ പറ്റി ഒരാൾ പോലും സാഹിറ എന്ന് പറയുന്നില്ല, നബിക്ക് സിഹിർ പറ്റി എന്ന് ആക്ഷേപിക്കുന്നില്ല, ഖുർആനെ പറ്റി ആരും സിഹിർ എന്ന് പറയാത്തൊരു കാലഘട്ടത്തിൽ ലേശം മണിക്കൂറുകൾ നേരം നബിക്കൊരു തോന്നൽ പോലെ ഉണ്ടായി എങ്കിൽ അത് ഖുർആൻ എതിരാവുന്നില്ല. ഇനി നോക്കാനുള്ളത് വഹയിൽ വല്ല തകരാറും തെറ്റും വരില്ലെന്നാ. അത് റബ്ബ് കാത്തിട്ടുണ്ടല്ലോ, നീ ധൃതിപ്പെടേണ്ടതില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫൈദാ ഖറൈനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. നീ എന്തിനാ നാവിട്ട് ചലിപ്പിക്കുന്നത് വഹി വേഗം പഠിക്കാൻ വേണ്ടി? ഇത് നിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടി തരിക എന്നതും ചൊല്ലി തരിക എന്നതും വിശദീകരിച്ച് തരിക എന്നതും എന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ കേടുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ സ്വരൂപിക്കുക എന്നതും നബി ഇത് പഠിച്ച് പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് പടച്ചോൻ ഏറ്റെടുത്ത കാര്യമാണ്. അതിൽ തെറ്റുപറ്റില്ല. വല്ലാഹു യഅ്സിമുക്, അള്ളാഹു കാക്കും. അതുകൊണ്ട് അവിടെ തെറ്റും പറ്റില്ല. മനസ്സിലായി? മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതാ പഴയ പ്രസംഗ ഓടിയാണ്. എന്നാൽ നല്ല ക്ലിയർ ഉണ്ട്, ഇത് നല്ല ക്ലിയർ ഉണ്ട്, കൃത്യമാണ്. അപ്പൊ ആരാ സത്യത്തിന്റെ മാർഗത്തിൽ? റഊഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം ഈ ക്ലിപ്പിംഗ് ഇടുമ്പോ തന്നെ കൂടെ പറയാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ്, ഇതിന്റെ ഓഡിയോ കാസറ്റേ ഉള്ളൂ, സൂക്ഷിച്ചു കേൾക്കണം എന്ന്. റഊഫ് മദനി ജീവിച്ചിരിക്കുന്നുണ്ട്. അബ്ദുൾ റഊഫ് മദനി ഖത്തറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം വർഷത്തിൽ ഒരു തവണയെങ്കിലും പുളിക്കൽ വന്ന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചെന്ന് പറയുന്ന ബുഖാരിയിലെ ഹദീസ് ഇല്ലേ? അതെ. അതിൽ നിന്ന് പല ആളുകളും തള്ളിക്കളയണം ഉസ്താദ്. ഇതിനെ കുറിച്ച് എന്താണ് ഉസ്താദ് പറയാനുള്ളത്? അതൊക്കെ തള്ളാന്ന് ഒരാൾക്ക് പ്രത്യേകിച്ച് ഞാനും ഉണ്ടല്ലോ. ഓർക്കുമ്പോ ഞാൻ ഡയറക്റ്റ് തള്ളാന്. അങ്ങനെ തള്ളാൻ പറ്റിയ ഹദീസാണോ ഉസ്താദ് അത്? ബുഖാരിയിലെ ഹദീസുകളൊക്കെ സഹിയല്ല, അങ്ങനെ തള്ളുന്നു. തള്ളാൻ പറ്റൂലേ? ഇല്ല.
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞ ഹദീസിനെ തള്ളിയിട്ടുണ്ടോ ഉസ്താദെ നമ്മളെ തിരുവനന്തപുരത്ത് കേരളത്തില്? അതെ, എനിക്കറിയാം അങ്ങനെ ഒരു ഒഴിവുണ്ട് പെണ്ണൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യാ, ഇവര് നമ്മളെക്കാളും പ്രഗത്ഭരായവരും ഹദീസിന്റെ മാനദണ്ഡം പഠിച്ചവരുമായ ആൾക്കാരാണ്. ഇപ്പൊ ഹദീസ് പിന്നെ സഹീൽ ബുഖാരിയിൽ എഴുതി വെച്ച ബുഖാരി എന്ന് പറഞ്ഞാൽ ആ നിലക്ക് കഴിവുള്ള ആളുകളാണ്. അത് കഴിഞ്ഞ ഇത്രയും നൂറ്റാണ്ടിനിടയിൽ മുസ്ലിം ലോകത്ത് വന്ന നമ്മളൊക്കെ ബഹുമാനത്തോടു കൂടി പറയുന്ന മുത്തദ്ദികളായ പണ്ഡിതന്മാരാരും ആ ഹദീസിനൊന്നും ചോദ്യം ചെയ്യാൻ പോയില്ല. ബുഖാരിയുടെ ഹദീസുകളിൽ ആക്ഷേപം പറയപ്പെട്ടിട്ടുണ്ട്, ബൈഹഖിയൊക്കെ ആക്ഷേപമുണ്ട്. അദ്ദേഹം ഈ ഹദീസിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇന്നിപ്പോ കേരളത്തിലെ നമ്മളെ സലഫി നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും നിസ്സാരന്മാരൊന്നുമല്ല. അവരും ഈ ഹദീസൊക്കെ പഠിപ്പിച്ചത്. ഞാനൊക്കെ ജമീഅത്തുൽ കോളേജിലാണ് പഠിച്ചത്. അവരൊക്കെയാണ് ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ അത് ഖുർആനിനെ നിരക്കാത്തതോ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഓരെന്നെ ന്യായം പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്റെ അത് സ്വീകരിക്കാനുള്ള കാരണം എന്താന്നുള്ളത് കേരളം തള്ളുന്നതിന് ഞാനൊരു ന്യായം കാണില്ല. ഇപ്പൊ തള്ളിനിപ്പോ നമ്മളെന്താ ചെയ്യാ? അവര് പറഞ്ഞത് ആ നബിക്ക് സിഹർ ബാധിച്ചെന്ന് പറഞ്ഞ ഹദീസ് ഖുർആന് എതിരാണെന്നാണ് അവർ പറയുന്നത്. ഖുർആനെതിരാണെന്ന് പറഞ്ഞാലുണ്ടാകുന്നൊരു വിഷമം ഇത് കാര്യം. ഈ ഇമാം ബുഖാരി എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഇത് മനസ്സിലാക്കാതെ എഴുതി വെച്ചതാണോ? എങ്കിൽ ഇയാള് പണിക്ക് കൊള്ളൂല. അതല്ല, മനഃപൂർവ്വം അയാൾ എഴുതിയെന്നാണോ? എന്നാ അയാളെ തീരെ വിശ്വസിക്കാൻ കൊള്ളൂല. അയാൾ ഈ ഹദീസ് മാത്രമല്ല ഒരു ഹദീസ് എടുക്കാൻ പറ്റൂല. അതും ഒരു പോയിന്റാണ്. ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിൽ മാത്രമേ ലോകത്തൊന്നായിട്ട് ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഹദീസുകളോട് മുസ്ലിം ലോകത്തെ ആ വിഷയത്തിൽ സീറ്റിൽ പേരുള്ളവരാണത് പറയേണ്ടത്. ഹദീസിന്റെ ശരിയും ശരികേടും പറയേണ്ടത് ഹദീസിന്റെ നിദാന ശാസ്ത്രവും അതിന്റെ ചരിത്രവും അതിന്റെ കാര്യങ്ങൾ അവഗാഹം നേടിയ ആൾക്കാരാണ്. ആ ആളുകൾ ലോകത്ത് നൂറുകണക്കിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരാൾ പോലും ഈ ഹദീസിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തിട്ടില്ല. നമ്മളെ നാട്ടിൽ മുഹദ്ദിസ് എന്ന് വിളിക്കാവുന്ന ഒരു പണ്ഡിതൻ ഇപ്പുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മുഹദ്ദിസ് അതിനെ പറ്റി പറയുമ്പോ ഹദീസിന്റെ നിദാന ശാസ്ത്രത്തെ കുറിച്ചുള്ള അവഗാഹ പാണ്ഡിത്യത്തിൽ ഉടലെടുക്കുന്ന ഒരാളെ മുഹദ്ദിസ് വരാം. അങ്ങനത്തെ ഒരാളാണ് ഈ ഹദീസിനെ പറ്റി സംസാരിക്കുന്നത്. അത്ര ആളില്ല. അതിന് അത്ര വാക്കുകൾ തള്ളിക്കളയാവുന്ന. എന്നാൽ നബിക്ക് സിഹർ ബാധിച്ച് ചെയ്യാത്തവരെ കാര്യങ്ങൾ ചെയ്തതായി തോന്നി, അങ്ങനെ തോന്നിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ വന്ന ഏതാനും ഹദീസുകളുണ്ട്. ഇനി ബുഖാരിയിലെ ഹദീസില്ലേ എന്ന ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു എന്നതിനെ കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നബിക്ക് സിഹ്ർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി അത്ര പറഞ്ഞു. അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്. ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല. മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിച്ചേക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. ഇതേ രീതിയിൽ തന്നെയാണ് 2005 ജനുവരി 21 സിഹ്റും ഹദീസും എന്ന വിഷയത്തിൽ പി അബ്ദുറഹ്മാൻ വെള്ളയിൽ ചോദിച്ചതിന് ഷബാബിൽ ചെറിയ മുണ്ട നൽകിയിട്ടുള്ള ഉത്തരം. ഇപ്പൊ ഷബാബിൽ വരുന്നത് ഇവിടെ ഉദ്ധരിച്ച് ഷബാബില് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി ആ ഭക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ആ ചോദ്യത്വത്ത് കൊടുക്കാറുണ്ട്. എന്നാൽ കേട്ടോ റഊഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ റഊഫ് മൗലവി ആയിരിക്കും കൂടുതൽ നിങ്ങളോട് സംസാരിക്കുക. സമയം കുറച്ചു കൂടുതൽ ആവശ്യമായിട്ട് വരും. കാരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ സിഹ്ർ ചെയ്യപ്പെട്ടതായും ആ സിഹ്ർ നബിക്ക് ഫലിച്ചതായും ഉള്ളൊരു സംഭവമുണ്ട്. തീരുമാനങ്ങൾ മനസ്സുകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസ് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാചകമുണ്ട് ബുഖാരി. സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനി സുറൈഖ് ഇസ്മുഹു യുഖാലു ലഹു ലബീദ് ബിൻ അൽ-അസ്ം. ബനു സുറൈഖ് ഗോത്രത്തിലെ ഒരു യഹൂദിയായ മനുഷ്യൻ ലബീദ് ബിൻ അൽ-അസ്ം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു. നബിക്കെതിരെ എന്തോ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഹത്താ യുഖയ്യലു ഇലൈഹി, നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി അന്നഹു യഫ്അലു ശൈ, നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന്. മാകാന യഫ്അലുഹു, നബി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നുന്നു നബിക്ക്. ചിലപ്പോൾ നബിക്ക് തോന്നി, ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീസിലുണ്ട്.
ഒരു മനുഷ്യൻ നബിക്കെതിരെ സിഹിർ ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും. എന്നിട്ട് ആയിഷ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അലിംതി അന്നല്ലാഹ അഫ്താനി ഫീമസ്തഫ്തൈതുഹു ഫീഹി. ആയിഷ, ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കിട്ടാതെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്, പടച്ചവൻ എനിക്ക് അതിന് വഹി തന്നിരിക്കുന്നു, തീരുമാനം തന്നിരിക്കുന്നു. എന്താ ഉണ്ടായ പ്രവാചകരെ? 2 മലക്കുകൾ എന്റെ അരികത്ത് വന്നു. ഒരു മലക്കന്റെ കാലിന്റെ അരികത്തിരുന്നു, ഒരു മലക്കന്റെ തലക്ക് അരികത്തിരുന്നിട്ട് ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കെ ഒരു മലക്ക് പറഞ്ഞു മദ്ബൂബ്, ഇയാൾക്കാരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മലക്ക്. അപ്പൊ മറ്റേ മലക്ക് ചോദിച്ചു ആരാണത്? അപ്പൊ ഈ മലക്ക് പറഞ്ഞു ലബീദ് ബിനുൽ അസ്സം മിൻ ബനീ സുറൈഖ്, ബനൂ സുറൈഖിൽ ലബീദ് ബിനുൽ അസ്സമാണ് ചെയ്തതെന്ന്. ഈ മലക്ക് ചോദിച്ചു എന്തുപയോഗിച്ചിട്ടാ ചെയ്തത്? ഫീ മുഷ്കിൻ മുഷാത്തിൻ, കൊഴിഞ്ഞു വീണ മുടിക്കഷ്ണം എടുത്ത് അതിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചു മറ്റേ മലക്ക്. ദി അർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുറച്ചപ്പുറത്ത്, ദി അർവാന്റെ കിണർ, ആ കിണറിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു പറഞ്ഞു ആ കിണറിൽ പോയിട്ട് തപ്പാൻ വേണ്ടി പറഞ്ഞു. ആ കിണറിൽ പോയി തപ്പി നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ ഈത്തപ്പനയുടെ കൂമ്പാളയില്ലേ, ആദ്യത്തെ ചെറിയ പോള, ആ പോളയിൽ എന്തോ ചെയ്തു വെച്ച കെട്ടും മന്ത്രം എല്ലാം കൂടി എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുവെന്നും ആ കിണറ്റിലെ വെള്ളം പിന്നെ മൈലാഞ്ചി പോലെ ചുവന്നു നിന്നിരുന്നു എന്നും ആ ഹദീസിലുണ്ട്. ഇത്രയുണ്ട്. എത്ര സമയമാണ് ഇതുണ്ടായത്? ഒരു വിശദീകരണം എവിടെയില്ല. മാസങ്ങളോളം കള്ളക്കഥയാണ്, മാസങ്ങളോളൊന്നും പറയാൻ പറ്റില്ല.